ഹായ് ഓൾ, വെൽക്കം ടു PSC മെമ്മറൈസ്. 2024 ഒക്ടോബർ 19 തൊഴിൽ വാർത്തയിൽ വന്ന കറണ്ട് അഫയേഴ്സും അതിൻ്റെ വിശദാംശങ്ങളുമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഈ വീഡിയോ പാർട്ട് 2 ആണ്. ഇതിനു മുമ്പുള്ള വീഡിയോയുടെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ അതും കൂടി കാണുക. ശുക്രനിലേക്കുള്ള ഇന്ത്യയുടെ ആദ്യ പഠന ദൗത്യം ശുക്രയാൻ 2028 മാർച്ച് 29 വിക്ഷേപിക്കും. ചൊവ്വ പര്യവേക്ഷണ ദൗത്യമായ മംഗൾയാനു ശേഷം ISRO നടത്തുന്ന ആദ്യ ഗ്രഹാന്തര ദൗത്യമാണിത്. ശുക്രന്റെ അന്തരീക്ഷം, പ്രതല സവിശേഷതകൾ, അഗ്നിപർവ്വതങ്ങൾ, ഉപരിതല പാളികകളും അകക്കാമ്പും തുടങ്ങിയവയെല്ലാം പഠനവിധേയമാക്കും. LVM-3 റോക്കറ്റിലായിരിക്കും വിക്ഷേപണം. 112 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം ജൂലൈ 19 ശുക്രന്റെ ഭ്രമണപഥത്തിലെത്തും. 1236 കോടി രൂപയാണ് പ്രതീക്ഷിത ചെലവ്. 19 ശാസ്ത്രീയ പഠനോപകരണങ്ങൾ കൊണ്ടുപോകാമെന്നാണ് കരുതുന്നത്. ശുക്രന് ചുറ്റും 500 കിലോമീറ്റർ വരെ അടുത്തും 60,000 കിലോമീറ്റർ വരെ അകലെയുമായി ദീർഘവൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിലെത്തുന്ന ശുക്രയാൻ 6-8 മാസം കൊണ്ട് കൂടുതൽ അടുത്തേക്കെത്തുകയും കൂടുതൽ പഠന സാധ്യതകൾ തുറക്കുകയും ചെയ്യും. രാജ്യത്തെ ആദ്യ സൂപ്പർ കപ്പാസിറ്റർ ഉൽപാദന കേന്ദ്രം കണ്ണൂർ കെൽട്രോണിൽ സജ്ജമായി. പരീക്ഷണാടിസ്ഥാനത്തിൽ നിർമ്മിച്ച സൂപ്പർ കപ്പാസിറ്ററുകൾ വിപണിയിൽ വിജയമായിരുന്നു. ISROയുടെ സാങ്കേതിക സഹായത്തിനൊപ്പം CMET, DRDO എന്നിവയുടെയും സഹകരണമുണ്ട്. 3 മുതൽ 500 ഫാരഡ് വരെയുള്ള സൂപ്പർ കപ്പാസിറ്ററുകളാണ് നിർമ്മിക്കുക. ദിവസത്തിൽ 2000 എണ്ണം വരെ നിർമ്മിക്കാനാവും. ആകെ 42 കോടി രൂപ ചെലവ് വരുന്ന പദ്ധതിയിൽ നിന്ന് 4-ാം വർഷത്തോടെ 22 കോടിയുടെ വാർഷിക വിറ്റുവരവും 3 കോടി ലാഭവുമാണ് പ്രതീക്ഷിക്കുന്നത്. ബാറ്ററിയേക്കാൾ വളരെ വേഗത്തിൽ ചാർജ് സ്വീകരിക്കാനും വിതരണം ചെയ്യാനും കഴിയുന്നവയാണ് സൂപ്പർ കപ്പാസിറ്ററുകൾ. ഇലക്ട്രിക് വാഹനങ്ങൾ മുതൽ ബഹിരാകാശ വാഹനങ്ങളിൽ വരെ ഇവ ഉപയോഗിക്കുന്നു. സാധാരണ കപ്പാസിറ്ററുകളേക്കാൾ ഉയർന്ന സംഭരണശേഷിയുള്ള ഇവയ്ക്ക് കുറഞ്ഞ വോൾട്ടേജ് പരിധിയാണുള്ളത്. ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരത്തിന് നടൻ മിഥുൻ ചക്രവർത്തി അർഹനായി. സമഗ്ര സംഭാവന പരിഗണിച്ചാണ് ചലച്ചിത്ര മേഖലയിലെ പരമോന്നത ബഹുമതി അദ്ദേഹത്തിന് നൽകിയത്. 1976 മൃണാൽ സെൻ സംവിധാനം ചെയ്ത മൃഗയെയാണ് ആദ്യ ചിത്രം. ഇതിലെ അഭിനയത്തിന് മികച്ച നടനുള്ള ദേശീയ അവാർഡ് ലഭിച്ചു. 1982 പുറത്തിറങ്ങിയ ഡിസ്കോ ഡാൻസറാണ് കൂടുതൽ ജനപ്രീതി നേടിക്കൊടുത്തത്. വിവിധ ഭാഷകളിലായി 350-ലേറെ ചിത്രങ്ങളിൽ അഭിനയിച്ചു. 3 ദേശീയ പുരസ്കാരങ്ങൾ ലഭിച്ച അദ്ദേഹത്തെ ഈ വർഷം പത്മഭൂഷൺ നൽകി ആദരിച്ചിരുന്നു. 1950 കൊൽക്കത്തയിൽ ജനിച്ച അദ്ദേഹം 2014 തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് രാജ്യസഭാ അംഗമായെങ്കിലും പിന്നീട് BJPയിലേക്ക് മാറി. ജപ്പാനിലെ പുതിയ പ്രധാനമന്ത്രിയായി ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടി നേതാവ് ഷിഗേരു ഇഷിബയെ തിരഞ്ഞെടുത്തു. മുൻ പ്രതിരോധ മന്ത്രിയായിരുന്നു 67-കാരനായ ഷിഗേരു. തീവ്ര ദേശീയവാദിയായ സനയെ തൈക്കാച്ചിയെ 194-നെതിരെ 215 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ഷിഗേരുവിന്റെ വിജയം. നേരത്തെ 4 തവണ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിച്ച് പരാജയപ്പെട്ടിരുന്നു. ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്ന ഷിഗേരു 1986 രാഷ്ട്രീയത്തിലേക്കെത്തുന്നത്. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ മകനും കായിക വകുപ്പ് മന്ത്രിയുമായ ഉദയനിധി സ്റ്റാലിന് ഉപമുഖ്യമന്ത്രി സ്ഥാനം. തമിഴ്നാട് രാഷ്ട്രീയ ചരിത്രത്തിൽ ഉപമുഖ്യമന്ത്രിയാവുന്ന 3ാമത്തെ വ്യക്തിയാണ്. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ജാമ്യം കിട്ടി പുറത്തുവന്ന സെന്തിൽ ബാലാജി മന്ത്രിസഭയിൽ തിരിച്ചെത്തി. 1989 പുറത്തിറങ്ങിയ കിരീടത്തിലെ കീരിക്കാടൻ ജോസ് എന്ന കഥാപാത്രത്തിലൂടെ പ്രശസ്തനായ നടൻ മോഹൻരാജ് അന്തരിച്ചു. 1988 K. മധുവിന്റെ 3ാം മുറയിലൂടെയാണ് സിനിമയിലെ അരങ്ങേറ്റം. ഓസ്കാർ ജേതാവും ഹാരി പോട്ടർ താരവുമായ
മാഗി സ്മിത്ത് അന്തരിച്ചു. 1969-ൽ ദ പ്രൈം ഓഫ് മിസ് ജീൻ ബ്രോഡി എന്ന ചിത്രത്തിലൂടെ മികച്ച നടിക്കുള്ള ഓസ്കാർ അവാർഡും ബാഫ്റ്റ അവാർഡും സ്വന്തമാക്കി. 1978-ൽ കാലിഫോർണിയ സ്യൂട്ട് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച സഹനടിക്കുള്ള ഓസ്കാർ അവാർഡും ലഭിച്ചു. കേരളത്തിൽ ജീവിച്ച ജർമ്മൻ എഴുത്തുകാരി സിൽവി ബാൻഡിൽ അന്തരിച്ചു. പുന്നപ്രയെ പശ്ചാത്തലമാക്കി എഴുതിയ കൃതിയാണ് നിക്സ് ലോസ് ഇൻ പുന്നപ്ര. പാക്നാർ തുള്ളലിനെ ആസ്പദമാക്കി ജർമ്മൻ ഭാഷയിൽ എഴുതിയ നോവലാണ് സെർച്ചിങ് ഫോർ ദ ഡാൻസിംഗ് ഗോഡ്. സായുധ സേന മെഡിക്കൽ സർവീസസിന്റെ ഡയറക്ടർ ജനറലായി ചുമതലയേറ്റ ആദ്യ വനിത. ഉത്തരം ആരതി സരൻ. കേരളത്തിൽ ഉൾപ്പെടെ ദൃശ്യമായി കൊണ്ട് ഭൂമിയിൽ നിന്ന് 11 കോടി കിലോമീറ്റർ അകലത്തിലൂടെ കടന്നുപോയ വാൽ നക്ഷത്രം. ഉത്തരം ഷുജിൻഷൻ. സെപ്റ്റംബറിൽ യുഎസിൽ കനത്ത നാശം വിതച്ച ചുഴലിക്കാറ്റ്. ഉത്തരം ഹെലൻ. അണ്ടർ 17 സാഫ് കപ്പ് ഫുട്ബോൾ ചാമ്പ്യന്മാർ. ഉത്തരം ഇന്ത്യ. പാർലമെന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി പുനഃസംഘടിപ്പിച്ചപ്പോൾ പബ്ലിക് അക്കൗണ്ട്സ് അധ്യക്ഷനായി നിയോഗിക്കപ്പെട്ട മലയാളി ആര്? ഉത്തരം KC വേണുഗോപാൽ. DRDO വികസിപ്പിച്ചെടുത്ത ഭാരം കുറഞ്ഞ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ്. ഉത്തരം അബേദ്. ഹിസ്ബുള്ള സ്ഥാപകനും മേധാവിയുമായിരുന്ന ഹസൻ നസ്രുള്ളയെ വധിച്ച സൈനിക നടപടിക്ക് ഇസ്രയേൽ സൈന്യം നൽകിയ പേര്. ഉത്തരം ന്യൂ ഓർഡർ. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ ചരിത്രത്തിൽ ഏറ്റവുമധികം ഗോള് നേടുന്ന താരം. ഉത്തരം സുനിൽ ഛേത്രി. അർബൻ ഗവേണൻസ് ഇൻഡെക്സിൽ രാജ്യത്ത് ഒന്നാമതെത്തിയ സംസ്ഥാനം. ഉത്തരം കേരളം. മെക്സിക്കോയുടെ ആദ്യ വനിതാ പ്രസിഡന്റായി ഈയിടെ ചുമതലയേറ്റത്. ഉത്തരം ക്ലോഡിയ ഷെയ്ൻബാം. പുതിയ വ്യോമസേനാ മേധാവി. ഉത്തരം എയർ ചീഫ് മാർഷൽ അമർപ്രീത് സിംഗ്. നാറ്റോയുടെ പുതിയ സെക്രട്ടറി ജനറലായി ചുമതലയേറ്റ നെതർലൻഡ്സിലെ മുൻ പ്രധാനമന്ത്രി. ഉത്തരം മാർക്ക് റൂട്ടെ. നാടൻ പശുക്കൾക്ക് രാജ്യമാതാ ഗോമാതാ പദവി നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം. ഉത്തരം മഹാരാഷ്ട്ര. ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ 27,000 റൺസ് പൂർത്തിയാക്കിയ താരം. ഉത്തരം വിരാട് കോഹ്ലി. സെപ്റ്റംബർ അവസാന വാരത്തിൽ ഭൂമിക്കടുത്തെത്തിയ ശാസ്ത്രജ്ഞർ കുട്ടിച്ചന്ദ്രൻ എന്ന് വിളിക്കുന്ന ചിഹ്നഗ്രഹമേത്? ഉത്തരം 2024 PT5. ഏത് രാജ്യത്തിന്റെ അത്യാധുനിക ആണവ അന്തർവാഹിനി മുങ്ങിപ്പോയെന്നാണ് അമേരിക്കയുടെ മുതിർന്ന പ്രതിരോധ ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തിയത്? ഉത്തരം ചൈന. 300 വിക്കറ്റും 3000 റൺസും ഏറ്റവും വേഗത്തിൽ നേടുന്ന ഇന്ത്യൻ താരമെന്ന നേട്ടം സ്വന്തമാക്കിയത്? ഉത്തരം രവീന്ദ്ര ജഡേജ. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ചരിത്രത്തിലാദ്യമായി 3 ചാമ്പ്യൻഷിപ്പുകളിലും 50 വിക്കറ്റ് വീഴ്ത്തുന്ന ആദ്യ ബൗളറായ ഇന്ത്യൻ താരം? ഉത്തരം R. അശ്വിൻ. ഇതോടെ 2024 ഒക്ടോബർ 19 തൊഴിൽ വാർത്തയിൽ വന്ന എല്ലാ കറണ്ട് അഫയേഴ്സും ഡിസ്കസ് ചെയ്തിരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.